152 പേപ്പറുകളാണ് ഈ കാലയളവിൽ ചോർന്നത്. ഏതാണ്ട് 7.5 കോടി വിദ്യാർത്ഥികളെ ആകമാനം ബാധിച്ചിരിക്കുന്നു ഈ പരീക്ഷാ ക്രമക്കേടുകൾ എന്ന് പറഞ്ഞ്. അതിൽ ഒരാളെ പോലും ശിക്ഷിച്ചിട്ടില്ല എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്? നമ്മുടെ സംവിധാനങ്ങൾ എത്രത്തോളം പരാജയപ്പെട്ടിരിക്കുന്നു? പരീക്ഷാ നടത്തിപ്പിൽ പോലും എന്താ ചിന്ത ആളുകളിലേക്ക് കൂടുതൽ ശക്തമായി എത്തുകയാണ്. ഇതോടുകൂടിയാണ് പാർലമെന്റിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന സന്ദേശം നൽകുന്നതിലേക്ക് കേന്ദ്ര സർക്കാരിന് എത്തിച്ചേരേണ്ടി വരുന്നു. പക്ഷേ അപ്പോഴും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തെ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. എന്തുകൊണ്ടായിരിക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഈ സർക്കാർ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്നത്? ഇത്രയധികം സമ്മർദ്ദം നേരിടേണ്ടി വന്നിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ സമരത്തിൽ ഉള്ളത് യഥാർത്ഥത്തിൽ അവരെ രാജ്യദ്രോഹികളാക്കി മുദ്ര കുത്താനുള്ള ശ്രമം സംഘപരിവാർ ഭാഗത്തു നിന്ന് നടക്കുമ്പോൾ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് പരാജയപ്പെടുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ സമരത്തിൽ ഉള്ളത് കേന്ദ്ര സർക്കാരിനോടോ മറ്റോ അല്ലെങ്കിൽ ഭരണകൂടത്തോട് മറ്റേതെങ്കിലും കാര്യങ്ങളിൽ വിയോജിപ്പുള്ളവരല്ല ഈ സമരം തുടങ്ങി വെച്ചവരിൽ ഭൂരിഭാഗവും എന്നുള്ളതാണ്.